നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയുന്നത് പഞ്ചതന്ത്രത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. ഈ കഥയിലെ ദമനകൻ സിംഹരാജാവിനോട് പറയുക, പിങ്കള രാജാവിനോട് പറയുക, നമ്മൾ ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ചില സുഹൃത്തുക്കൾ കാരണം നമുക്ക് തന്നെ ആപത്തുണ്ടാകും. അതിന് ഉദാഹരണമായൊരു കഥ ദമനകൻ എന്ന മന്ത്രികുമാരൻ സിംഹരാജാവായ പിങ്കളന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഭാഗം. ഒരിടത്ത് ഒരു രാജ്യത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിന് 7-ാം മാളിക മുകളിൽ അങ്ങനെ സപ്രപഞ്ചക്കട്ടിലാണ് രാജാവിൻ്റെ താമസമൊക്കെ. ആ പള്ളിമെത്തയിൽ എങ്ങനെയോ ഒരു പേൻ മനസ്സിലായില്ലോ, തലയിലൊക്കെ കയറി നേരവും കാലം നോക്കാണ്ട് പിടിച്ച് കടിക്കും, അപ്പം മാന്തും. അതൊക്കെ കുട്ടികളുടെയൊക്കെ തലയിലും വലിയവരുടെ തലയിലും ഒക്കെ കാണുമല്ലോ. തലയിൽ വസിക്കുന്ന ഒരു ക്ഷുദ്രജീവിയാണ് പേൻ. ഒരു പേൻ എങ്ങനെയോ രാജാവിൻ്റെ പള്ളിമെത്തയിൽ കയറിപ്പറ്റി. കയറിപ്പറ്റി നല്ല സുഖം പരിപാടി, നല്ല കിടക്കുമ്പോൾ അങ്ങനെ സുഖമായിട്ടിരിക്കാം. പിന്നെ രാജാവ് അതുമ്പോൾ വന്ന് കിടക്കുമ്പോൾ ഉറക്കം കണ്ട് പിടിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തലയിലൊക്കെ ഒന്ന് കയറി ഒരു കടിയങ്ങോട്ട് കടിച്ച് രക്തം അങ്ങോട്ട് കുടിച്ച്, രാജരക്തം അല്ലേ, എന്താ ഒരു സ്വാദ്. അങ്ങനെ പേനങ്ങനെ സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുക അതുവഴി പോയാൽ എങ്ങനെയോ വഴിതെറ്റി വന്നിട്ട് ഈ പള്ളിമെത്തയിലേക്ക് ഒരു മൂട്ട മനുഷ്യൻ്റെയൊക്കെ രക്തം കുടിച്ച് ജീവിക്കണ ഒരു ക്ഷുദ്രജീവി തന്നെയാണ് വന്നിട്ട്. മൂട്ടയെ കണ്ടപ്പോൾ താനെന്താ ഇതുവഴി? എടോ, ഞാൻ വഴിതെറ്റി ഇവിടെ വന്നതാ. താനിപ്പോൾ എവിടെയാണ് താമസം? ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെയൊക്കെ തന്നെയാണ്. അപ്പോൾ രാജാവും മറ്റേ തന്നെ കണ്ടുപിടിച്ചില്ലേ? ഇതുവരെ പിടിച്ചിട്ടില്ല. ഞാൻ തൻ്റെ ഒരു ഭാഗ്യം, പള്ളിമെത്തയിലുള്ള ശയനം, പിന്നോ രാജരക്തം ഭക്ഷണം. എനിക്ക് ഒരു ദിവസം വന്ന് ഈ പള്ളിമെത്തയിൽ ഇത്തിരി നേരം കിടക്കാൻ പറ്റിയാൽ മതി. അതിനെന്താ, ആരും അറിയട്ടോ, അവിടെ കിടന്നോ എന്നും പറഞ്ഞു സ്ഥലം കൊടുത്തു. പേൻ മൂട്ടയ്ക്ക് സ്ഥലം കൊടുത്തു. രാജാവ് ഏതാണ്ട് നേരം പകലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, എന്നാൽ ഇനി പൊക്കോളൂ, നേരം സന്ധ്യാവാറായി, രാത്രിയായില്ലേ, പൊക്കോളൂ. രാജാവും രാജ്ഞിയും കൂടിയിട്ട് ഇപ്പോൾ കിടന്നുറങ്ങാൻ വരും, പള്ളിക്കുറിപ്പിന് വരേണ്ട നേരമായി. എനിക്കിന്ന് പോവാൻ തോന്നണില്ല, രാജാവിനെ രാജ്യമൊക്കെ ഒന്ന് കാണാം, ആ രാജരക്തത്തിൻ്റെ സ്വാദ് ഞാൻ ഒരു ദിവസം ഒന്ന് അനുഭവിക്കട്ടേടോ. അയ്യോ, ഇതിപ്പോൾ പുലിവാലായോ എന്ന് വിചാരിച്ചു പേൻ. അത് തന്നെ സംഭവിച്ചു. നേരം എന്നിട്ട് വനമില്ലാ മനസ്സോടെ വീണ്ടും ഈ പേനിൻ്റെ പേര് മന്ദവിസർപ്പണി എന്നാണ് ആ പേൻ്റെ പേര്. മന്ദവിസർപ്പണി എന്നെ ഇന്നൊന്ന് അനുവദിക്കൂ ഇവിടെ താമസിക്കാൻ. എനിക്ക് രാജാവ്, ഈ മൂട്ടയുടെ പേരെന്താണെന്നറിയാമോ? ഡെണ്ടികൻ ഇങ്ങനെ അപേക്ഷിച്ച് ഒടുക്ക എന്തിനു പറയണു, മന്ദവിസർപ്പണി എന്ന് പറയുന്ന പേൻ അന്ന് അവിടെ വിരുന്നുകാരനായിട്ട് വന്നതല്ലേ ഈ ഡിണ്ടികൻ എന്ന് കരുതി അവിടെ താമസിക്കുക. അപ്പോൾ പറഞ്ഞ രാജാവ് വന്ന് കിടന്ന് ഉറക്കമായതിന് ശേഷം മാത്രം ഒരു പ്രാവശ്യം താൻ ഇന്ന് രാജരക്തം കുടിച്ചു അത് കഴിഞ്ഞാൽ അപ്പം വിട്ടടിച്ച് പൊക്കോളണം. ഓ ശരി, ഞാൻ അപ്പം തന്നെ ഓടിപ്പൊക്കോളാം. ശരി, കിടന്നു. നേരം പള്ളി ഉറക്കത്തിൻ്റെ സമയമായി. രാജാവും രാജ്ഞിയും കൂടി വന്ന് പള്ളിമെത്തയിൽ അങ്ങോട്ട് കിടന്നു. അവർ കിടന്ന ഉറക്കം പിടിക്കണത് വരാൻ കേട്ട് പേന് നല്ല ക്ഷമയുണ്ട്. എന്താണെന്ന് വെച്ചാൽ തനിക്കിത് നാളെയും വേണമല്ലോ എന്നുള്ള വിചാരമുണ്ട്. നല്ലോണം ഉറക്കമായതിനു ശേഷം രാജരക്തം ഊറ്റി കുടിക്കാൻ പേൻ, അതായത് മന്ദവിസർപ്പണി, ശ്രമിക്കുള്ളൂ. എന്നാൽ ഡിണ്ടികൻ എന്ന മൂട്ടയ്ക്ക് യാതൊരു ക്ഷമയില്ല. ഭഗവാനെ, ഈ തിരുമനസിൻ്റെ രക്തം ഒന്ന് ഇത്തിരി എന്തെങ്കിലും ഒന്ന് രുചിച്ചു നോക്കാണ്ട് പറ്റില്ല. പിന്നെ നമുക്ക് നല്ല ഉറക്കമായിട്ട് വയറ് നിറച്ച് പിന്നെ കഴിക്കാം എന്ന് കരുതിയിട്ട് ആ മൂട്ട ഡിണ്ടികൻ രാജാവിനെ പിടിച്ചങ്ങോട്ട് കടിച്ചു. മൂട്ട കടിച്ചൊഴി രാജാവ് ഞെട്ടിപ്പടഞ്ഞ് എണീറ്റു. ഭൃത്യന്മാരെ വിളിച്ചു, ഇതെന്നെ ഏതാണ്ട് പിടിച്ച് കടിച്ചു ഈ കിടക്കേന്ന്. ഒരു കടിയും കടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി രാജരക്തം കുടിച്ചതും കൊണ്ട് മൂട്ട പമ്പറന്ന് ഓടിപ്പോയി. മൂട്ട പെരുന്നരെ ഓടിപ്പോയി.
ഈ കാര്യങ്ങളൊന്നും ഭൃത്യന്മാർ വരണു നോക്കണു എന്താ സംഭവം എങ്ങനെയാണെന്നൊന്നും മനസ്സിലായില്ല. മന്ദവിസർപ്പിണി എന്ന് പറയുന്ന പേൻ ഭൃത്യന്മാരൊക്കെ വന്നിട്ട് പള്ളിക്കടക്കൊക്കെ കിടക്കയൊക്കെ അത് ഇതൊക്കെ മുട്ടി നോക്കുമ്പോൾ എന്താ അവിടെ ഒരു പേൻ തലേണയുടെ അടിയിലായിട്ട് അടിഭാഗത്തായിട്ടൊരു പേൻ പറ്റി പിടിച്ചിരിക്കുന്നു. ഞാൻ പിടിച്ചു അതിനെ, മന്ദവിസർപ്പിണിയെ ഞാൻ പിടിച്ച് നഖത്തിൻ്റെ ഇടയിൽ വെച്ച് അതിനെ ഞെരടി കൊന്നു. പേൻ്റെ കഥ കഴിഞ്ഞു. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ ഡെണ്ടികനെ മൂട്ടയും പേനും കൂടി രണ്ടുപേരും, പേൻ തന്നെയായിരുന്നപ്പോൾ അവിടെ അങ്ങോട്ട് ജീവിച്ചെന്ന ഉടൻ തന്നെ എന്ത് പറഞ്ഞു, അങ്ങേക്ക് ഇത് ആളും തരവും അറിയാതെ, മൂട്ടയുടെ രീതി സ്വഭാവങ്ങൾ ആളും തരവും അറിയാതെ കണ്ട് കൂട്ടുകൂടിയത് കൊണ്ടാണ് മന്ദവിസർപ്പണി എന്ന് പറയുന്ന പേനിന് ജീവൻ നഷ്ടപ്പെട്ടത്. എന്ന പോലെ ദമനകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിങ്കള സിംഹത്തിനോട്. സഞ്ജീവകൻ എന്നുള്ള കാള വഴി അങ്ങേക്ക് ആപത്ത് വരാതെ സൂക്ഷിച്ചോളൂ എന്നുള്ളൊരു ഉപദേശം. ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ്? ആളും തരം നോക്കി വേണം കൂട്ടുകൂടാൻ. ചുമ്മാ കണ്ടവരോടൊക്കെ അങ്ങോട്ട് ഓടി കയറി കൂട്ടുകൂടരുത്. ഇത് ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട മിത്രഭേദം എന്ന തന്ത്രത്തിലെ ഒരു കഥയാണ്. ഈ കഥ ഇവിടെ തീരുകയാണ്. സിംഹത്തിനോട് വീണ്ടും ഒരു മുന്നറിയിപ്പ് കൊടുത്തു, സഞ്ജീവകനെ സൂക്ഷിച്ചോളൂ എന്നുള്ള മുന്നറിയിപ്പോടുകൂടി ദമനകൻ പോവുകയും ചെയ്തു. ഇനി ദമനകൻ പോണത് സഞ്ജീവകൻ്റെ അടുത്തേക്കാണ്, രാജാവിനെ എങ്ങനെ ഒതുക്കാം എന്നുള്ള അടുത്തേക്കാണ് പോണത്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. പഞ്ചതന്ത്ര കഥകൾ വളരെ മൂല്യമുള്ളവയാണ്. അവയ്ക്ക് ഗുണപാഠങ്ങളുണ്ട്. ഭരണകർത്താക്കൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മഹാഗുരു പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. എല്ലാവരും തമ്മിൽ പറയുക, നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെയാണ് എൻ്റെ ഒരു ലക്ഷ്യം. പറ്റുന്നതാകട്ടെ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനൽ കഥകൾ അതിസാഗരം. എല്ലാവർക്കും നന്ദി.